ഹലോ, ഇതെൻ്റെ ടെറസിൽ നിന്ന് ഒരു ദിവസം എടുക്കുന്ന മുട്ടയാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ മുട്ടയാണത്. 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കാതിരുന്ന കൊട്ട നിറഞ്ഞിരുന്നു. കൊട്ടല്ല, ഇത് ബേസിനാട്ടോ. എൻ്റെ മെഹറിമോൾക്ക് ഇന്ന് തക്കാളി പറിക്കാൻ ഭയങ്കര ആഗ്രഹം. തുടക്കത്തിലൊക്കെ നല്ല ആവേശമായിരുന്നു. പിന്നെ അങ്ങോട്ട് അവൾക്ക് വയ്യാതായിഞ്ഞ് വയ്യപ്പാന്ന് പറഞ്ഞ് പറിച്ചിട്ട് തീരുന്നില്ല. ഇതിപ്പോൾ 1-2 തവണ അല്ല, അങ്ങനെ പറിച്ചിട്ട് 3-4 തവണ ഈ തൈകളിൽ നിന്ന് പറിച്ച് ഇനിയും ബാക്കിയുണ്ട്. അത്രക്കും ഭ്രാന്തടിച്ച മാതിരിയാണ് തക്കാളി ഉണ്ടായിരുന്നത്. ഇപ്പോൾ തക്കാളിക്ക് ഇത്ര വില കുറവെന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു തവണ ഉണ്ടായാൽ പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല രീതിയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള ടിപ്സ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. വലിയ ടിപ്സൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളി, വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി അതിൽ നിന്ന് അരിയുമ്പോൾ അതിൽ നിന്നൊരു കുരുവൊക്കെ എങ്ങനെയൊക്കെ പെട്ട് വെള്ളത്തിലായി. ഞാൻ അതിൻ്റെ മേലെ കൊടുന്ന് വെള്ളം ഒഴിച്ചിരുന്നു. ഇതിൽ നാരങ്ങ തൈയുണ്ട് ഈ ഡ്രമ്മിൽ. അപ്പോൾ ആ നാരങ്ങക്ക് ഞാൻ വെള്ളം ഒഴിച്ചതാണ്. അങ്ങനെ ഉണ്ടായ ഒരു തക്കാളി തൈയാണത്. അപ്പോൾ ഉണ്ടായതിന് ശേഷം ഞാൻ നല്ല ശ്രദ്ധിച്ച്, നല്ല തലോടി ദിവസം വെള്ളം ഒഴിച്ചെടുത്ത് അതിന് കാലൊക്കെ വെച്ച് കൊടുത്ത് ഉഷാറായിട്ട് പിന്നെ ഉണ്ടായി തുടങ്ങിയാണ്. ഓക്കെ, ഇത് ബുഷ് ഓറഞ്ച് ആട്ടോ. നല്ല വെള്ളം കലക്കാനൊക്കെ പറ്റിയ നല്ല നാരങ്ങ. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നല്ല വെയിലും വെള്ളം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായിട്ടുണ്ടാവും. അതിന് വലിയ ഉദാഹരണമാണത്. ഇതുപോലെ തന്നെ വേറൊരു നാരങ്ങ തൈയുണ്ട്. അത് സീഡ്ലെസ് ആണ്, കുരുല്ലാത്ത നാരങ്ങ തൈയാണ്. എന്നിപ്പോൾ പൊട്ടിക്കണില്ല. ഇതൊക്കെ ഉണ്ടല്ലോ മതി. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. ടെറസിൽ ഇനിയുണ്ട് ഒരുപാട് വിശേഷങ്ങൾ. വീണ്ടും കാണാം കേട്ടോ.